ഇത്ര നാളും അധ്വാനിക്കുന്നു, പണമുണ്ടാക്കുന്നു, അത് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ തുകയൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാണ്ടാകുന്ന ഒരവസ്ഥയോ? വളരെ അവിചാരിതമായി നമ്മൾ ഹോസ്പിറ്റലായാലാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക. നമ്മൾ ഇത്ര നാളും കഷ്ടപ്പെട്ട് മിച്ചം വെച്ചുണ്ടാക്കിയ പണം മുഴുവൻ ഹോസ്പിറ്റലിൽ ചെലവാക്കേണ്ട അവസ്ഥ എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് അല്ലേ? അതിന് നമ്മൾ തന്നെ ആശുപത്രിയിൽ കിടക്കണമെന്നില്ല. നമ്മുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും പറ്റി ആശുപത്രിയിലായാലും മതിയല്ലോ. ഭക്ഷണമോ വസ്ത്രമോ മറ്റോ ആയിരുന്നുവെങ്കിൽ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. എന്നാൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവനാകുമ്പോൾ മികച്ച ചികിത്സ കോംപ്രമൈസ് ചെയ്യാനാകില്ലല്ലോ. അതുകൊണ്ട് എത്ര പണം ചിലവാക്കിയാലും നമ്മൾ ചികിത്സിക്കും. ഇതോടെ നമ്മുടെ കയ്യിലെ പണമൊക്കെ തീരും. പിന്നെ ചെയ്യാനുള്ളത് എന്താണ്? കടമെടുക്കുക എന്നുള്ളതാണ്. എത്ര പേർ അങ്ങനെ ചികിത്സ നടത്തി കടത്തിൽപ്പെട്ടു പോയിട്ടുണ്ട് എന്ന കാര്യം അറിയാമോ? ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാൻ പാടില്ല. ഇതിന് നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി മികച്ച ഒരു ആരോഗ്യ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുക എന്നതാണ്. എന്നാൽ ഏത് പ്ലാൻ ആണ് എടുക്കുക, ഏത് കമ്പനിയുടേതാണ് എടുക്കുക എന്ന ചോദ്യങ്ങളൊക്കെ അടുത്തതായിട്ട് വരും. ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ പ്ലാനുകൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് കണ്ടെത്താൻ കഴിയും. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്വന്തമാക്കാൻ ആവശ്യമായ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കാണാം. നിങ്ങളുടെ പേര്, വയസ്സ് ഒക്കെ അവിടെ കൊടുക്കണം. പിന്നെ നിങ്ങളുടെ അസുഖങ്ങളെ സംബന്ധിച്ച ഒരു കാര്യവും ചോദിക്കും. അതിനും കൃത്യമായി തന്നെ മറുപടി കൊടുക്കുക. ശേഷം നിരവധി പ്ലാനുകൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു വരും. മാസം 400-500 രൂപയൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ മികച്ച പ്ലാനുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് 15-20 രൂപയൊക്കെയാണ് ആകെ ചെലവ് വരുന്നത്. ദിവസം 15 മുതൽ 20 രൂപ മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഇത്തരം പ്ലാനുകൾ നമുക്ക് സ്വന്തമാക്കാം. അങ്ങനെ ഒരെണ്ണം നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ ആശുപത്രി ചിലവിന് കടം വാങ്ങാനോ അതേപോലെ സേവിങ്സ് പൊട്ടിക്കാനോ നിൽക്കേണ്ടതില്ല. അങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്വന്തമാക്കാൻ ആവശ്യമായ ലിങ്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുള്ളത്. അതിലൂടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പബ്ലിക് സെക്ടറിലെയും അതുപോലെ പ്രൈവറ്റ് സെക്ടറിലെയും നിരവധി ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ അവിടെ കാണാവുന്നതാണ്. ഈ പ്ലാനുകളൊക്കെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് അതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച പ്ലാൻ കണ്ടെത്തി 25% വരെ ഡിസ്കൗണ്ടോടെ അത് സ്വന്തമാക്കാനും സാധിക്കും. അത് മാത്രവുമല്ല, ഫസ്റ്റ് ഡേ തൊട്ട് BP, ഡയബറ്റിക്സ് പോലുള്ള പ്രീ എക്സിസ്റ്റന്റ് ഡിസീസിന് പോലും കവറേജ് നൽകുന്ന പ്ലാനുകളും നമുക്ക് അവിടെ കാണാവുന്നതാണ്. നമ്മുടെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലൊരു പ്ലാൻ എടുക്കുന്നതാകും ഏറ്റവും ഉചിതം. മാസം തോറും ചെറിയ തുക നീക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം ഓക്കെ ആക്കാം. പിന്നെ 1 രൂപ പോലും നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പോകാതെ മികച്ച ചികിത്സ ആശുപത്രിയിൽ ലഭ്യമാക്കാനും ഇതിലൂടെ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ നിങ്ങൾക്കും നാട്ടിൽ തന്നെ ചികിത്സ കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. NRE അക്കൗണ്ട് വഴി എടുക്കുകയാണെങ്കിൽ 18% GST വേവറും ലഭ്യമാണ്. നാട്ടിൽ ജീവിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇത്തരം ഒരു പ്ലാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്നായാലും നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഹോസ്പിറ്റൽ അപ്പോയിൻമെന്റ്, മരുന്നുകൾ, മറ്റ് ലാബ് ടെസ്റ്റുകൾ ഒക്കെ തന്നെ ഏത് വിദേശ രാജ്യത്തിരുന്നാലും നിങ്ങൾക്ക് തന്നെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ പെട്ടെന്ന് തന്നെ പേപ്പർ വർക്ക് പൂർത്തിയാക്കാനും നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പു നൽകാനും സഹായിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് മാനേജറെയും കമ്പനി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെറും 30 മിനിറ്റിനുള്ളിൽ തന്നെ ക്ലെയിം സപ്പോർട്ടും ലഭ്യമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ക്യാഷ്ലെസ് ചികിത്സ കിട്ടാൻ വേണ്ടിയാണ് എടുക്കുന്നതെങ്കിലും പലപ്പോഴായിട്ടും ഹോസ്പിറ്റൽ ചെലവിന് 5 മുതൽ 10% വരെയൊക്കെ അടക്കേണ്ടി വരാറുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ചില ടെസ്റ്റിന് വേണ്ടിയിട്ട് മോഡേൺ മെഡിസിൻസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ PP കിറ്റ്, ഗ്ലൗസ് ഇങ്ങനെയുള്ള കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുകയോ ഒക്കെ വേണ്ടിവരും. ഇതൊന്നും നമ്മുടെ ഇൻഷുറൻസിൽ ഉണ്ടാവുകയുമില്ല. ഇതിൻ്റെയൊക്കെ ചാർജ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടും വരും. എന്നാൽ ഇതിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. എങ്ങനെയെന്നല്ലേ? നിങ്ങൾക്ക് വരുന്ന മെഡിക്കൽ എമർജൻസിയെ പറ്റി ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ച് ഇൻഷുറൻസ് കമ്പനി പറയുന്ന ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സ നേടിയാൽ ഇത്തരത്തിൽ ക്ലെയിം കിട്ടാത്തൊരവസ്ഥ നമുക്ക് വരില്ല. കൺസ്യൂമബിൾസ് എന്ന് ആഡ് ഓൺ ചേർക്കുകയാണെങ്കിൽ ചികിത്സാ സമയത്ത് യൂസ് ചെയ്യുന്ന ചില വസ്തുക്കളുടെ, ഉദാഹരണത്തിന് PP കിറ്റ്, ഗ്ലൗസ് എന്നിവയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പൈസ പോകാതെ നോക്കുകയും ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സൈറ്റിന്റെ മുകളിലായിട്ട് ടോക്ക് ടു എക്സ്പേർട്ട് എന്ന് കാണാവുന്നതാണ്. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ കസ്റ്റമർ കെയർ സൗകര്യവും ലഭ്യമാണ്. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ചില ഗുണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കൂടി പറയാം. ഏജന്റ് മുഖാന്തരമാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ അവർക്ക് കമ്പനി നൽകുന്ന കമ്മീഷൻ നമുക്ക് ഓൺലൈനിൽ ഇവിടെ ലാഭിക്കാവുന്നതാണ്. തീർന്നില്ല, ഒരു ഇൻഷുറൻസ് നമ്മൾ ഓൺലൈനായി എടുക്കുകയാണെങ്കിൽ 25% വരെ ഡിസ്കൗണ്ടും ലഭ്യമാണ്. നിങ്ങൾ ടാക്സ് നൽകുന്നവരാണെങ്കിൽ ഓരോ സാമ്പത്തിക വർഷവും 80D പ്രകാരം നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റും ലഭ്യമാണ്. ഇനി നിങ്ങൾ പ്രവാസിയാണെങ്കിലോ നിങ്ങൾക്ക് GST വേവറും ലഭിക്കുന്നുണ്ട്. ഏജന്റിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നത് എന്ന് കരുതുക. ഒരു കമ്പനിയുടെ മാത്രം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുക.
അതേസമയം ഇവിടെയാണെങ്കിലോ ഇന്ത്യയിലുള്ള വിവിധ ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇതുകൂടാതെ നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 24/7 എന്ന രീതിയിൽ കസ്റ്റമർ കെയർ സപ്പോർട്ടും അതുപോലെ തന്നെ ക്ലെയിം സപ്പോർട്ടും ഒക്കെ തന്നെ 30 മിനിറ്റിനുള്ളിൽ അവർ ലഭ്യമാക്കുന്നുണ്ട്. ഇത് മാത്രവുമല്ല, നമ്മുടെ ഏത് സംശയത്തിനും ഉത്തരം നൽകാൻ ഒരു റിലേഷൻഷിപ്പ് മാനേജറും കമ്പനി നൽകും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ തിരഞ്ഞെടുക്കുക എന്നത്. അസുഖങ്ങൾ ഇല്ലാതിരിക്കുന്ന കാലത്ത് തന്നെ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം. ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് കിട്ടിയെന്ന് പോലും വരില്ല. പെട്ടെന്ന് തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് സ്വന്തമാക്കുന്നത് കൊണ്ട് ചില ഗുണങ്ങളുമുണ്ട്. ചെറുപ്പമായതിനാൽ രോഗത്തിനും ചികിത്സാ ചിലവുകൾക്കും സാധ്യത വളരെ കുറവാണ്. ഉത്തരവാദിത്തങ്ങളും ചിലവുകളും പൊതുവെ കുറവായതുകൊണ്ട് തന്നെ ആരോഗ്യ ഇൻഷുറൻസുകൾക്കായി നിശ്ചിത തുക മാറ്റിവെക്കാനും സാധിക്കും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മാതാപിതാക്കൾക്കും പങ്കാളിക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കിയിരിക്കണം. അതിനുവേണ്ടി ഞാൻ നൽകിയ ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ചെറിയ തുകയിൽ നമ്മുടെ കുടുംബത്തിന് ആരോഗ്യ പരിരക്ഷ ഒരുക്കാൻ ഈ അവസരം നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ഇന്ത്യയിൽ മെഡിക്കൽ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ കമ്പനികൾ പ്രീമിയം തുക വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അധികം വൈകിക്കാതെ വലിയ ലാഭത്തിൽ തന്നെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങൾ സ്വന്തമാക്കണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്കാണ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അതിൽ പേരും വയസ്സും എന്നിങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പ്രവേശിച്ച് ഇന്ത്യയിലെ പ്രൈവറ്റ് പബ്ലിക് സെക്ടറിലെ നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാൻ കണ്ടെത്തി ഇപ്പോൾ തന്നെ ഒരെണ്ണം എടുത്തു വെക്കുക. സംശയമുണ്ടെങ്കിൽ അവിടെ ഓപ്ഷൻ കാണാം. സംസാരിച്ച് സംശയ നിവാരണം നടത്തിയ ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പ്ലാൻസ് ഉണ്ടോ എന്ന് നോക്കാമല്ലോ. ഇനി അതൊന്നും ഇല്ല എന്നാണെങ്കിൽ എടുക്കുകയും വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ. നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് കൂടുതൽ പേരിലേക്ക് ഇത്തരം അറിവുകൾ എത്തിച്ചേരുകയുള്ളൂ. അതിനുവേണ്ടി എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.